എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ അടുത്തൊരു പദ്യം 31 ചൊല്ലാം. ഖഡ്വാംഗനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ല നിൻകളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമഃ. അപ്പോൾ നമ്മൾ ഗജേന്ദ്രമോക്ഷം കഥയിൽ ഗജേന്ദ്രൻ എന്ന രാജാവിന് ഗജേന്ദ്രൻ, അതായത് ഇന്ദ്രദ്യുമ്നനാണ്, ഒരുപാട് വർഷം ആ ഒരു സരസ്സിൽ വിഷമിച്ചാണ് അവസാനം മോക്ഷം കിട്ടിയത്. എന്നാൽ ഈ ഒരു കഥയിൽ ഇത് ഭാഗവതം 9-ാം സ്കന്ധം 9-ാം അധ്യായത്തിലാണ് ഖഡ്വാംഗൻ്റെ കഥയുള്ളത്. ഈ ഒരു കഥയിൽ ഖഡ്വാംഗൻ എന്ന രാജാവ് ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കുന്നു. അതായത് ദേവാസുര യുദ്ധം, അസുരന്മാരെ തോൽപ്പിക്കാനായിട്ട് ഖഡ്വാംഗൻ സഹായിക്കുന്നു ദേവന്മാരെ. അപ്പോൾ അതിന് അങ്ങനെ അസുരന്മാരെ തോൽപ്പിച്ചു. അപ്പോൾ അവർ സന്തോഷം കൊണ്ട് ഖഡ്വാംഗന് ബ്രഹ്മലോകത്ത് എത്തി ഇങ്ങനെ ചോദിക്കുന്ന എന്താ വരം വേണ്ടതെന്ന്. അപ്പോൾ ഖഡ്വാംഗൻ ചോദിക്കുന്നത്, ഇനി എനിക്ക് എത്ര കാലമാണ് ഇവിടെ ഉള്ളത്, ഈ ഭൂമിയിൽ ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് എന്നറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇനി ഒരു മുഹൂർത്തം മാത്രം, അതായത് 2 നാഴികയെ ബാക്കിയുള്ളൂ എന്ന കാര്യം അറിയിക്കുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പക്ഷേ ഖഡ്വാംഗൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തൻ്റെ രാജ്യഭാരവും അതുപോലെ എല്ലാ പ്രാരബ്ധങ്ങളും അനന്തരാവകാശികൾക്ക് നൽകുന്നു. എന്നിട്ട് ഒരു ധ്യാനത്തിനും ഒക്കെ ആയിട്ട് ആ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ ഖഡ്വാംഗന് ആ 2 നാഴിക അല്ലെങ്കിൽ ഒരു മുഹൂർത്ത നേരം കൊണ്ട് തന്നെ ഈ പ്രാരബ്ധവാസനയൊക്കെ അവസാനിച്ച് ബ്രഹ്മപ്രാപ്തി അല്ലെങ്കിൽ കൈവല്യം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടുന്ന ആ ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ 2 കഥകൾ, ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു കഥ പറഞ്ഞതിൽ ഗജേന്ദ്രൻ വർഷങ്ങളോളം ഗജേന്ദ്രൻ മുതലയുടെ കടിയേറ്റ് ആ സരസ്സിൽ ഗജേന്ദ്രൻ എന്ന ആന ഒരുപാട് വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണ് ഭഗവാൻ വന്ന് ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് മുതലയിൽ നിന്ന് ഗജേന്ദ്രനെ രക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഗ്രഹം ഒരുപാട് കാലത്ത് അതിന് ശേഷമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ തൻ്റെ ഭക്തരോട് ഉള്ള പെരുമാറ്റങ്ങൾ പരസ്പരം വിരുദ്ധമായിട്ട് പല സ്ഥലത്തും തോന്നുന്നില്ലേ എന്നാണ് എഴുത്തച്ഛൻ നമ്മളോട് ചോദിക്കുന്നത്. ഭക്തന്മാരോടുള്ള പെരുമാറ്റത്തിൽ ഭഗവാന് വൈരുദ്ധ്യം ഉണ്ടല്ലോ. അതായത് മറ്റ് പല രംഗങ്ങളിലും ചില ആളുകൾക്ക് പെട്ടെന്ന് എന്താ പറയുക, കൈവല്യവും ഒക്കെ കൊടുക്കുമ്പോൾ ചിലവർക്ക് ഒരുപാട് സമയം അവർ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അതിന് അവരുടെ പ്രാരബ്ധ വാസനയാണ്. അവരുടെ ആ ഒരു പെട്ടെന്ന് കൈവല്യവും അതുപോലെ ബ്രഹ്മസാക്ഷാത്കാരവും ഒന്നും ലഭിക്കാത്തതിന് കാരണം അവരുടെ പ്രാരബ്ധ വാസനയാണ്. അപ്പോൾ ഈ പ്രാരബ്ധം കർമ്മവാസനകൾ ഒടുങ്ങുന്നവർ നമ്മൾ ഈ ലോകത്തിൽ പല പല ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് വേഗം മാറ്റാമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ ആ പ്രാരബ്ധ വാസനകൾ പെട്ടെന്ന് നീങ്ങിപ്പോവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞാൽ സുഖം, സന്തോഷം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഖഡ്വാംഗനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ല നിൻകളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമഃ.
ഖഡ്വാങ്കൻ എന്ന പേരോട് കൂടിയ ധരണീശന്, സൂര്യവംശ ചക്രവർത്തിക്ക്, നീ എന്ന് പറയുമ്പോൾ അല്ലയോ ഭഗവാനെ, അങ്ങ് മുഹൂർത്തേന 2 നാഴികയ്ക്കുള്ളിൽ ഗതി കൊടുപ്പാനും ബ്രഹ്മപ്രാപ്തി നൽകാനും എന്ത് വിധി, എന്ത് ന്യായമാണുള്ളത്? ഇതെന്താണ് ന്യായം? നിൻ കളികൾ, ഭഗവാന്റെ ലീലകൾ ഇതുപോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ, പരസ്പരം യോജിപ്പില്ലാത്തവയായിട്ട് കാണപ്പെടുന്നവ ഒട്ടല്ല, അനേകമുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ അത്തരം ലീലകൾ നൽകുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന നാരായണായ അങ്ങയ്ക്ക് നമസ്കാരം. നാരായണായ നമ. അപ്പോൾ ഖഡ്വാങ്കൻ എന്ന പേരായ സൂര്യവംശത്തിലെ ചക്രവർത്തിക്ക്, അല്ലയോ ഭഗവാനെ, അങ്ങ് 2 നാഴികയ്ക്കുള്ളിൽ ബ്രഹ്മപ്രാപ്തി നൽകിയതിൽ എന്താണ് ന്യായം? ഭഗവാന്റെ ലീലകൾ ഇതുപോലെ തങ്ങളിൽ യോജിപ്പില്ലാത്തവയായി കാണപ്പെടുന്നവ അനേകമുണ്ട്. ആ നാരായണന് നമസ്കാരം. അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ കൂടെ ചൊല്ലാം. ഖഡ്വാങ്കനെന്ന ധരണീശന്നു കൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി? ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. അപ്പോൾ ഈ ഒരു പദ്യം 31 ഭഗവാന്റെ ലീലകളും ആ ലീലകളിലെ വൈരുദ്ധ്യങ്ങളും പല കഥകളിൽ നമ്മൾ ഭഗവാൻ പ്രസാദം ലഭിക്കുന്നത് പല രീതിയിലാണെന്നുള്ള കഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തരോടുള്ള ആ ഒരു പെരുമാറ്റത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്തുകൊണ്ടാണ് ഭഗവാനെ എന്നൊക്കെ എഴുത്തച്ഛൻ ചോദിച്ചുകൊണ്ട് പറയുന്ന ഈ ഒരു പദ്യം ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. ഓം തത്സത്. ഇത്രയും ഭാഗം ഭഗവാൻ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.